നമസ്കാരം. ക്വാണ്ടം ലോകത്തെ വിസ്മയങ്ങളിലേക്കും അതിൻ്റെ അദൃശ്യമായ പ്രതിഫലനങ്ങളിലേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ പതിവിലും അല്പം ദൈർഘ്യമുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസിക ശസ്ത്രക്രിയയെക്കുറിച്ചായിരിക്കും ഇത്. ഒരു മെൻ്റൽ സർജറി. നമ്മൾ മനോഹരമായൊരു വീട് പണിയുന്നതിന് മുമ്പ് അവിടുത്തെ കാടും പടലവും ചവറുകളും നീക്കം ചെയ്യാറുണ്ട്. അതുപോലെയാണ് മാനിഫെസ്റ്റേഷനും വേണ്ടിയും നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യവും അസൂയയും പേടിയും നിറഞ്ഞിരിക്കുമ്പോൾ എത്ര വലിയ അഫർമേഷൻസ് ചൊല്ലിയിട്ടും കാര്യമില്ല. അത് വെറും പാഴ്വേലയാണ്. ഈ കുറച്ച് മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങളുടെ ഉള്ളിലെ എനർജി ബ്ലോക്കുകൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പകുതിക്ക് വെച്ച് നിർത്തിപ്പോയാൽ നിങ്ങളുടെ പഴയ സ്വഭാവങ്ങൾ നിങ്ങളെ വീണ്ടും പരാജയപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് അവസാനം വരെ കാണുക. അടുത്ത വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനേബിൾ ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ഉള്ളിലെ ആദ്യത്തെ ഒരു തടസ്സം, മാനിഫെസ്റ്റേഷനുള്ള തടസ്സം ദേഷ്യത്തിൻ്റെതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ദേഷ്യം എന്നത് മറ്റൊരാളോട് കാണിക്കുന്ന ഒരു പ്രതികരണം മാത്രമാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. ദേഷ്യം എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ കത്തിക്കുന്ന ഒരു തീയാണത്. നിങ്ങൾ ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങളുടെ ഉള്ളിലെ കോടിക്കണക്കിന് കോശങ്ങളിലാണ് മാറ്റം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശാസ്ത്രീയമായി പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന ഒരു മോഡിലേക്ക് മാറുകയാണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. അവിടെ ക്രിയേറ്റിവിറ്റി ഇല്ല, അവിടെ മാനിഫെസ്റ്റേഷൻ ഇല്ല, അവിടെ അതിജീവനം മാത്രമേ ഉള്ളൂ, സർവൈവൽ മാത്രമേ ഉള്ളൂ. പ്രപഞ്ചം സമാധാനത്തിന്റെ ഫ്രീക്വൻസിയാണ്. ദ യൂണിവേഴ്സ് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് പീസ്. ഒരു നിശ്ചലമായ തടാകത്തിൽ വീഴുന്ന കല്ലുണ്ടാക്കുന്ന ഓളങ്ങൾ പോലെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. നിങ്ങളുടെ മനസ്സ് എന്നാൽ ദേഷ്യം കൊണ്ട് ഇളകി മറിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അയക്കുന്ന ആഗ്രഹങ്ങളുടെ സിഗ്നൽ പ്രപഞ്ചത്തിന് വായിക്കാൻ കഴിയില്ല. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ പുറപ്പെടുന്ന തരംഗങ്ങൾ പ്രപഞ്ചത്തിന്റെ സമൃദ്ധിയുമായി കൂട്ടിയിടിക്കുന്നെന്നർത്ഥം. അതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുകയാണ്. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഇത്രയധികം അധ്വാനിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് ഫലം ലഭിക്കുന്നില്ല എന്ന്. നോക്കുക, ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരു മനസ്സിലേക്ക് സമൃദ്ധിക്ക് കടന്നു വരാൻ കഴിയില്ല. കാരണം ദേഷ്യം നിങ്ങളുടെ ആന്തരിക വാതിലുകളെ കൊട്ടിയടയ്ക്കുന്നു. നിങ്ങൾ ദേഷ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ നൽകുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിൽ നിന്ന് പ്രതിരോധിക്കുകയാണ്, റെസിസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ നിമിഷം ദേഷ്യത്തിന്റെ തീ അണയ്ക്കാൻ തയ്യാറാകുക. എങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിന്റെ ശാന്തമായ ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ഇനി നമ്മുടെ ജീവിതത്തിലെ രണ്ടാമത്തെ തടസ്സം, മാനിഫെസ്റ്റേഷന്റെ രണ്ടാമത്തെ തടസ്സം വിദ്വേഷത്തിൻ്റെതാണ്. പലരും ചിന്തിക്കുന്നത് ഒരാളെ വെറുക്കുന്നത് വഴി നമ്മൾ അവർക്കൊരു ശിക്ഷ നൽകുകയാണെന്നാണ്. പലരും കാലങ്ങളോളം ചില വ്യക്തികളോട്, സാഹചര്യങ്ങളോടൊക്കെയുള്ള വെറുപ്പ് ഉള്ളിൽ വച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. വാസ്തവം മറ്റൊന്നാണ്. മറ്റൊരാളോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നത് സ്വയം വിഷം കുടിച്ചുകൊണ്ട് ശത്രു മരിക്കാൻ കാത്തിരിക്കുന്ന പോലെയാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് നേരെ വിദ്വേഷത്തിന്റെ അമ്പെയ്യുമ്പോൾ അത് പുറപ്പെടുന്നതിന് മുൻപ് മുറിവേൽപ്പിക്കുന്നത് നിങ്ങളുടെ തന്നെ മനസ്സിനെയാണെന്ന് ഓർക്കുക. ക്വാണ്ടം ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു യൂണിഫൈഡ് ഫീൽഡിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ക്വാണ്ടം എൻടാങ്കിൾമെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലേ? അപ്പം നമ്മൾ ഒരു ക്വാണ്ടത്തിന്റെ ഒരു യൂണിഫൈഡ് ഫീൽഡിൽ നമ്മളെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മറ്റൊരാളെ വെറുക്കുമ്പോൾ ആ വ്യക്തിയുമായി നിങ്ങൾ ഒരു നെഗറ്റീവ് എനർജി ബന്ധം സ്ഥാപിക്കുകയാണ്, ഒരു നെഗറ്റീവ് കോഡ് ഉണ്ടാകുകയാണ്. നിങ്ങൾ വെറുക്കുന്ന ആ വ്യക്തി അല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ക്വാണ്ടം ഫീൽഡാണ് അവിടെ മലിനമാകുന്നത്. വിദ്വേഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു സിഗ്നൽ ജാമർ ആയിട്ട് പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിദ്വേഷം ആ സിഗ്നലിനെ തടയും. കാരണം വിദ്വേഷം എന്നത് വേർതിരിവിന്റെ വികാരമാണ്. എന്നാൽ പ്രപഞ്ചം എന്നത് ഒന്നിപ്പിന്റെ ശക്തിയാണ്. നിങ്ങൾ ഒരാളെ വെറുത്തുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സ്നേഹവും സമൃദ്ധിയും ആഗ്രഹിക്കുന്നത് ഇരുട്ടിലിരുന്നു കൊണ്ട് വെളിച്ചം കാണാൻ ശ്രമിക്കുന്ന പോലെയാണ്.
ഓർക്കുക, ക്ഷമിക്കുക എന്നത് ആ വ്യക്തിക്ക് നിങ്ങൾ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ല. ഫൊർഗീവ്നെസ് ഈസ് നോട്ട് എ സർട്ടിഫിക്കറ്റ് ഗിവൺ ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. നിങ്ങളുടെ ഉള്ളിലെ ക്വാണ്ടം ഫീൽഡിനെ ശുദ്ധീകരിക്കാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്, ക്ഷമിക്കുന്നത്. ആ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മോചിപ്പിക്കുന്നത്. ആ വിദ്വേഷം ഒഴിഞ്ഞു പോകുന്ന നിമിഷം നിങ്ങളുടെ ഉള്ളിൽ സമൃദ്ധിയുടെ പ്രകാശം നിറയാൻ തുടങ്ങും. ഇനി മൂന്നാമത്തെ തടസ്സം അസൂയ എന്നതാണ്. മിക്കവരും ഇത് പുറത്തു പറയാൻ സമ്മതിക്കാൻ മടിക്കുന്ന ഒരു വികാരമാണ്. എന്നാൽ ആത്മീയമായും ശാസ്ത്രീയമായും നോക്കിയാൽ അസൂയയാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. ജലസി ഇസ് ദ അൾട്ടിമേറ്റ് പോവർട്ടി ഫ്രീക്വൻസി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ മറ്റൊരാളുടെ വിജയത്തിലോ അവർക്ക് ഉണ്ടായ നല്ല സൗഭാഗ്യങ്ങളിലോ, അവരുടെ പുതിയ കാറിലോ പുതിയ വീട്ടിലോ നോക്കി അസൂയപ്പെടുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്ന സിഗ്നൽ എന്താണെന്നറിയാമോ? അതെന്റെ പക്കലില്ല, എനിക്കത് ലഭ്യമല്ല, എനിക്ക് അതൊന്നുമില്ല എന്ന തീവ്രമായ ഒരു സന്ദേശമാണ് നിങ്ങൾ അയക്കുന്നത്. പ്രപഞ്ചം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങളില്ല എന്ന് വിശ്വസിക്കുമ്പോൾ, നിങ്ങളില്ല എന്ന് പറയുമ്പോൾ പ്രപഞ്ചം ഇല്ല എന്ന മറുപടി തന്നെ പറയുന്നു. അസൂയ എന്നാൽ മറ്റൊരാളുടെ പക്കലുള്ളത് എനിക്ക് അപ്രാപ്യമാണ്, എനിക്ക് ലഭിക്കില്ല എന്ന് സ്വയം വിധിയെഴുതുന്നതാണ്. നിങ്ങൾ മറ്റൊരാളുടെ സമൃദ്ധിയിൽ വിഷമിക്കുമ്പോൾ, മറ്റൊരാളുടെ സമ്പത്തിൽ വിഷമിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ സമൃദ്ധിയോട് തന്നെ നോ എന്ന് പറയുകയാണ്. നിങ്ങൾ സമൃദ്ധിയെ വെറുക്കുമ്പോൾ സമൃദ്ധി നിങ്ങളിലേക്ക് എങ്ങനെ കടന്നു വരും? ഇവിടെയാണ് നാം ക്വാണ്ടം രഹസ്യം മനസ്സിലാക്കേണ്ടത്. പ്രപഞ്ചത്തിൽ സമൃദ്ധി പരിമിതമല്ല. അബണ്ടൻസ് ഈസ് നോട്ട് ലിമിറ്റഡ്. ഒരാൾക്ക് ലഭിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ അയൽക്കത്തുള്ള ഒരാൾക്ക് ലഭിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വിഹിതം കുറയുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്കുള്ള വിഹിതം അതുമൂലം പോകുന്നില്ല. മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ അത് പ്രപഞ്ചം എനിക്ക് കാണിച്ചു തരുന്ന ഒരു സൂചനയാണ്. അവർക്ക് സാധിക്കുമെങ്കിൽ എനിക്കും സാധിക്കുമെന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ മതി. മറ്റൊരാളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന നിമിഷമാണ് സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നത്. സമൃദ്ധി എനിക്കിഷ്ടമാണ്, ഞാൻ അതിന് അർഹനാണ് എന്ന സിഗ്നലാണ് നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്നത്. കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ എഴുതൂ, സമൃദ്ധി എനിക്കിഷ്ടമാണ്, ഞാൻ അതിനർഹനാണ്. ഐ ലവ് അബണ്ടൻസ്, ഐ ഡിസേർവ് അബണ്ടൻസ്. അസൂയയുടെ ആ ഇരുണ്ട വികാരം മാറ്റി മറ്റുള്ളവരുടെ നേട്ടങ്ങളെ അനുഗ്രഹിക്കാൻ പഠിക്കുക. ആ നിമിഷം മുതൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ സമൃദ്ധി ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുകയാണ്. അസൂയ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം ഒഴുകി തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറുതോ വലുതോ തോതിൽ അസൂയ ഉള്ള മനസ്സിൽ നിന്ന് അത് നീക്കിക്കളയാൻ ശ്രമിക്കുക. നമ്മുടെ നാലാമത്തെ തടസ്സം കുറ്റബോധത്തിൻ്റെതാണ്. മാനിഫെസ്റ്റേഷൻ പാതയിലെ ഏറ്റവും ഭാരമേറിയ ഒരു തടസ്സമാണ് ഈ കുറ്റബോധം. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സ്വയം പഴിക്കുന്നത് നിങ്ങളുടെ എനർജി ലെവലിനെ ഏറ്റവും താഴത്തെത്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും തെറ്റുകളും വരുത്തിയിട്ടുണ്ട്. എന്നാൽ ആ തെറ്റുകളെ ഒരു ഭാരമായി എപ്പോഴും ചുവന്ന് നടക്കുന്നത് നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുകയുള്ളൂ. ക്വാണ്ടം തലത്തിൽ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുറ്റബോധം അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തനിക്ക് സമ്പത്തിന് അർഹതയുണ്ട്, അബണ്ടൻസിന് അർഹതയുണ്ട്, ഐ എം വർത്തി ഓഫ് അബണ്ടൻസ് എന്ന് തോന്നൽ ഉണ്ടാകില്ല. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഒരു കുറ്റവാളിയാണെന്നോ, ഞാനെന്തോ മോശക്കാരനാണെന്നോ, ഞാനെന്തോ തെറ്റുകാരനാണെന്നോ കരുതിയാൽ പ്രപഞ്ചം നൽകുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളുടെ കൈകൾ ഉയരില്ല. എനിക്കിത് ലഭിക്കാൻ യോഗ്യതയില്ല എന്ന് നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം എത്ര തരാൻ ശ്രമിച്ചാലും നിങ്ങൾ അത് അറിയാതെ തന്നെ തട്ടിമാറ്റും. പലരും പറയും, ഞാൻ അഫർമേഷൻസ് ഒക്കെ ചൊല്ലാറുണ്ട്, പറയാറുണ്ട്, പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല. അതിന്റെ കാരണം നിങ്ങളുടെ കുറ്റബോധമായിരിക്കാം. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും അർഹതാബോധത്തെയും കാർന്നു തിന്നുന്നതുകൊണ്ടാകാം. നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കാത്തിടത്തോളം കാലം പ്രപഞ്ചത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ ഒരു അബദ്ധമാകട്ടെ, ഒരു തെറ്റാകട്ടെ, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതാകട്ടെ, എന്തും നിങ്ങൾ അത് നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. ഓർക്കുക, പ്രപഞ്ചത്തിന് നിങ്ങളോട് വിദ്വേഷമില്ല. പ്രപഞ്ചം നിങ്ങളെ ശിക്ഷിക്കുന്നുമില്ല, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത്. കഴിഞ്ഞ കാലം ഒരു പാഠപുസ്തകം മാത്രമാണ്, അതൊരു തടവറയല്ല. ആ പഴയ കുറ്റബോധത്തിന്റെ ഫയലുകൾ ഇന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം.
നിങ്ങൾ നിങ്ങളോട് തന്നെ പറ, അന്ന് എനിക്കറിയാവുന്ന അറിവ് വെച്ച് ഞാൻ ചെയ്തു, ഇന്ന് ഞാൻ പുതിയ മനുഷ്യനാണ്, ഞാൻ സമൃദ്ധിക്ക് അർഹനാണ്. നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുന്ന നിമിഷം നിങ്ങളുടെ എനർജി ഭാരം കുറഞ്ഞ് ഉയരാൻ തുടങ്ങും. ആ ഉയർച്ചയിലാണ് നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങുന്നത്. 5ാമത്തെ തടസ്സം സങ്കടത്തിൻ്റെതാണ്. സങ്കടം എന്നത് ഒരു വികാരത്തെക്കാൾ ഉപരി നിങ്ങളുടെ ക്വാണ്ടം ഫീൽഡിന് ചുറ്റും രൂപപ്പെടുന്ന ഒരു മൂടൽമഞ്ഞ് പോലെയാണ് എന്ന് നമുക്ക് പറയാം. ഒരു ഫോഗാണ്. സങ്കടമൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിൽ തന്നെ തളച്ചിടപ്പെടുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പാതയെ പൂർണ്ണമായും മറച്ചു കളയും. ശാസ്ത്രീയമായി പറഞ്ഞാൽ നിങ്ങൾ തീവ്രമായ സങ്കടത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പിന്റെ താളം നഷ്ടപ്പെടുകയാണ്. യു ആർ ലൂസിങ് ദ ഹാർട്ട് കൊഹിയറൻസ്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഹൃദയമാണ് പ്രപഞ്ചത്തിലേക്ക് മാഗ്നറ്റിക് സിഗ്നലുകൾ അയക്കുന്നത്. സങ്കടം ഈ സിഗ്നലിനെ ദുർബലപ്പെടുത്തുകയാണ്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ വളരെ താഴ്ന്ന നിലയിലായിരിക്കും. ആ അവസ്ഥയിൽ നിങ്ങൾ എത്ര വലിയ കാര്യങ്ങൾ ആഗ്രഹിച്ചാലും മാനിഫെസ്റ്റേഷൻ നടത്തിയാലും നിങ്ങളുടെ എനർജിക്ക് അവയെ വലിച്ചെടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാനുള്ള കഴിവില്ല. സങ്കടത്തിന്റെ ഏറ്റവും വലിയ അപകടം അത് നിങ്ങളെ ഇല്ലായ്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ്. നമ്മൾ എപ്പോഴൊക്കെ സങ്കടപ്പെടുന്നു അപ്പോഴൊക്കെ നമ്മുടെ ഇല്ലായ്മകളിലായിരിക്കും നമ്മൾ കണ്ണുകൾ പതിച്ചിരിക്കുന്നത്. എനിക്കിത് നഷ്ടപ്പെട്ടു, എൻ്റെ കൈവശം ഇതില്ല, അതില്ല എന്ന ചിന്തകളാണ് സങ്കടം ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ. ഈ ഇല്ല എന്ന ഫ്രീക്വൻസിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കുണ്ട് എന്ന സമൃദ്ധിയിലേക്ക് എത്താൻ എങ്ങനെ കഴിയും? സങ്കടം നിങ്ങളുടെ കണ്ണിന് മുമ്പിലുള്ള അവസരങ്ങളെ പോലും കാണാൻ അനുവദിക്കാത്ത അത്ര കടുപ്പമേറിയ ഒരു മൂടൽമഞ്ഞാണ്. ഓർക്കുക, പ്രപഞ്ചം ചലനാത്മകമാണ്, ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സങ്കടം നിങ്ങളെ നിശ്ചലനാക്കുകയാണ്. ഇന്ന് ആ മൂടൽമഞ്ഞ് മാറ്റാൻ സമയമായി. ഇപ്പോൾ തന്നെ സമയമായി. നിങ്ങൾ സങ്കടങ്ങളെ പ്രപഞ്ചത്തിന് സമർപ്പിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് മുമ്പിലേക്ക് അങ്ങ് സമർപ്പിക്കുക. ഇന്നലകൾ പോയി, ഇന്ന് എനിക്ക് പുതിയൊരു തുടക്കമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ മൂടൽമഞ്ഞ് മാറുമ്പോൾ മാത്രമേ സമൃദ്ധിയുടെ സൂര്യപ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ പതിയുള്ളൂ. 6ാമത്തെ തടസ്സം ഭയം എന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഭയം എന്നത് മാനിഫെസ്റ്റേഷന്റെ നേർ വിപരീതമാണ്. ഫിയർ ഈസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് മാനിഫെസ്റ്റേഷൻ. ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിശ്വാസം എന്നത് എന്താണ്? ഫെയ്ത്ത്. ഇല്ലാത്ത അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ ഉണ്ടെന്ന് അല്ലെങ്കിൽ ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതാണ് വിശ്വാസം. എന്നാൽ ഭയമോ വരാനിരിക്കാത്ത ഒരു അപകടം, ആ അപകടത്തെ ഉണ്ടെന്ന് ഭാവിക്കലാണ് ഭയം. രണ്ടും നിങ്ങളുടെ ഭാവനയെ ആണ് ഉപയോഗിക്കുന്നത്, ഇമാജിനേഷനെ ഉപയോഗിക്കുന്നത്. പക്ഷെ വിശ്വാസം നിങ്ങൾക്ക് സമൃദ്ധി നൽകുമ്പോൾ ഭയം നിങ്ങളുടെ എനർജി ഗേറ്റുകൾ പൂർണ്ണമായി അടച്ചു മാറ്റുന്നു എന്നതാണ് വ്യത്യാസം. ക്വാണ്ടം തലത്തിൽ ഭയം നിങ്ങളുടെ ശരീരത്തെ ഒരു പ്രതിരോധാവസ്ഥയിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾ പേടിച്ചിരിക്കുമ്പോൾ യുവർ എനർജി ഫീൽഡ് സ്റ്റാർട്ട് ടു കോൺട്രാക്ട്. നിങ്ങളുടെ ക്വാണ്ടം ഫീൽഡ് ചുരുങ്ങാൻ തുടങ്ങുക. ചുരുങ്ങിയ ഒരു എനർജി ഫീൽഡിന് പ്രപഞ്ചത്തിലെ അനന്തമായ സാധ്യതകളെ സ്വീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ പേടിക്കുന്ന കാര്യത്തെയാണ് സത്യത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ഊർജം മുഴുവൻ ആ പേടിയിലേക്കാണ് ഒഴുകുന്നത്. പണം തീരുമോ, അസുഖം വരുമോ, പരാജയപ്പെടുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുമ്പോൾ ആ ഭയത്തെ സത്യമാക്കാനുള്ള സിഗ്നലാണ് നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്നത്. അത് നിങ്ങൾക്ക് വന്നു ചേരുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ പേടിയെ തിരിച്ചറിയുക. അത് വെറും ഒരു ചിന്ത മാത്രമാണ്. ആ ചിന്തയെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഭയത്തിന്റെ ആ ഇരുണ്ട വാതിൽ തുറന്ന് പുറത്തേക്ക് വരിക. പ്രപഞ്ചം നിങ്ങളെ സംരക്ഷിക്കും എന്ന വലിയ സത്യത്തിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ ആ സത്യമില്ലാതാവൂ. ഭയം മാറുന്നിടത്ത് മാത്രമേ അത്ഭുതങ്ങൾക്ക് സ്ഥാനമുള്ളൂ. 7ാമത്തെ തടസ്സം അസ്വസ്ഥതയുടേതാണ്. ചിലരുണ്ട് എപ്പോഴും അസ്വസ്ഥതയാണ്. പേടി ഒരു നിശ്ചിത കാര്യത്തെക്കുറിച്ചാണെങ്കിൽ അസ്വസ്ഥത എന്നത്, ആൻസൈറ്റി എന്ന് പറയുന്നത്, ആകുലത എന്ന് പറയുന്നത് എന്തോ മോശം സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു പൊതുവായ ഒരു ആന്തരിക വികാരമാണ്. ഇത് നിങ്ങളുടെ ക്വാണ്ടം ഫീൽഡിനെ നിരന്തരം വിറപ്പിക്കുന്ന ഒന്നാണ്. അത് നിരന്തരം വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റേഡിയോയിൽ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുമ്പോൾ ഇടയിൽ കേൾക്കുന്ന ഒരു ഇരമ്പൽ പോലെയാണ് ഈ അസ്വസ്ഥത. ആ ശബ്ദം ഉള്ളപ്പോൾ പ്രപഞ്ചത്തിന് നിങ്ങളുടെ വ്യക്തമായ സിഗ്നൽ സ്വീകരിക്കാൻ കഴിയില്ല.
നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആഗ്രഹങ്ങൾ ആ അസ്വസ്ഥതയുടെ നോയ്സ് കാരണം പ്രപഞ്ചത്തിൽ എത്തുന്നുമില്ല. നിങ്ങളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കുമ്പോൾ നിങ്ങൾ ഒരു സുരക്ഷിതത്വമില്ലായ്മയുടെ ഫ്രീക്വൻസിയിലാണ്. ആ സുരക്ഷിതത്വമില്ലായ്മയുടെ ഫ്രീക്വൻസിയാണ് പുറപ്പെടുവിക്കുന്നത്. ശാന്തതയുള്ള ഒരു മനസ്സിന് മാത്രമേ പ്രപഞ്ചത്തിന്റെ താളവുമായിട്ട് ചേർന്ന് നിൽക്കാൻ കഴിയൂ. അസ്വസ്ഥതയെ മാറ്റാൻ ബ്രീതിങ്ങില് അല്ലെങ്കിൽ ശ്വസനത്തിലും വർത്തമാന നിമിഷത്തിലും ഇപ്പോഴത്തെ നിമിഷത്തിൽ ദ പ്രസന്റ് മൊമെന്റിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പോൾ എല്ലാം ശുഭമാണ് എന്ന ആ ബോധം നിങ്ങളുടെ ക്വാണ്ടം സിഗ്നലിനെ തെളിമയുള്ളതാക്കി മാറ്റും. ഇനി അവസാനത്തെ ആ ഒരു തടസ്സത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അത് ആശങ്ക എന്നതാണ്. ഈ ആശങ്ക എന്ന് ഞാൻ പറയുന്നതിനെ ഞാൻ വിളിക്കുന്നത് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ എന്നാണ്. ആശങ്ക എന്നാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ തന്നെ ഭാവനയെ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഭാവന എന്നത്, ഇമാജിനേഷൻ എന്നത് പ്രപഞ്ചം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ശക്തിയാണ്. ആ ശക്തി ഉപയോഗിച്ച് മനോഹരമായ ഒരു ഭാവി നിർമ്മിക്കുന്നതിന് പകരം പരാജയങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൂട്ടുന്നത് എത്ര വലിയ ഭോഷത്വമാണ്, നഷ്ടമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. പറയാറുണ്ട്, വറിയിങ് ഈസ് ലൈക്ക് പേയിങ് ഇൻട്രസ്റ്റ് ഓൺ എ ഡെറ്റ് യു ഹാവ് നോട്ട് ഈവൻ ടേക്കൺ. ആശങ്ക എന്ന് പറയുന്നത്, വറി എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കാത്ത കടത്തിന് പലിശ അടയ്ക്കുന്നത് പോലെയാണത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് ഇന്ന് സങ്കടപ്പെടുന്നത് വഴി നിങ്ങളുടെ ഇന്നത്തെ ക്വാണ്ടം എനർജിയെ നിങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാളെ മനോഹരമാക്കാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് ആശങ്കയുടെ ആ നിഴൽ മുറിയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുക. നിങ്ങളുടെ ഭാവനയെ, ഇമാജിനേഷനെ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും തിരിച്ചുവിടുക. ആ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ ആന്തരിക ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങൾ എന്താ പറയുന്നത് നോക്കുക. ഭഗവത്ഗീതയില് ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സംസ്കൃതത്തില് ത്രിവിധം നരകസ്വേദം എന്നൊക്കെ തുടങ്ങുന്ന ആ ശ്ലോകത്തില് അതിന്റെ അർത്ഥം ഇതാണ്: കാമം, ക്രോധം, ദേഷ്യം. ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യം, ലോഭം എന്നിവ ആത്മാവിനെ നശിപ്പിക്കുന്ന നരകത്തിന്റെ 3 വാതിലുകളാണ്. അതിനാൽ ഇവയെ ഉപേക്ഷിക്കുക എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ത്രിവിധം നരകസ്വേദം ദ്വാരം നാശനമാത്മനഃ കാമഃ ക്രോധസ്ഥത ലോഭസ്ഥ അസ്മാദേയത്രയം ത്യജേത് എന്ന് പറയുന്ന ആ ഒരു ശ്ലോകം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഭഗവാൻ നമുക്ക് തന്ന താക്കീതാണിത്. ഈ വികാരങ്ങൾ നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കും. മാനിഫെസ്റ്റേഷൻ എന്നാൽ ഈ നരകവാതിലുകൾ അടച്ച് പ്രപഞ്ചത്തിന്റെ സ്വർഗീയമായ ആ സമൃദ്ധിയിലേക്ക് വാതിൽ തുറക്കലാണ്. ബൈബിളിൽ എന്താ പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുവിൻ. കണ്ടോ, ക്ഷമ എന്നത് ഒരു ചോയ്സ് അല്ല, അതൊരു അത്യാവശ്യമാണ്. നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിൽ എത്തണമെങ്കിൽ അത് ഈ തടസ്സങ്ങൾ മാറിയേ പറ്റൂ. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഏത് വികാരമാണ് നിങ്ങൾ ഇന്ന് ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്, അത് താഴെ കമന്റ് ചെയ്യാൻ മടിക്കണ്ട. അത് കമന്റിൽ എഴുതുന്നതോടുകൂടെ അത് ഡിലീറ്റ് ആകും. നിങ്ങൾ ഓരോ കമന്റും എനിക്ക് വലിയൊരു ഊർജവുമാണ്. മറക്കണ്ട, ഭാഗ്യം തടയുന്ന തടസ്സങ്ങൾ നമുക്ക് മാറ്റാം എന്ന ഉറച്ച തീരുമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ, I am your guide and you are the viewers of the universe.